കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന സച്ചി രേവതിയുടെ അരിയിലേക്ക് വരുവാണ്. അപ്പൊ രേവതി ചോദിച്ചു, ഇതെന്താ ഇത്ര നേരത്തെ വന്നേ? അതെ, എനിക്കൊരു ഓട്ടം ഉണ്ടെന്ന് പറയണം. ഓട്ടം ഉണ്ടോ? അല്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അതെ, 2 ദിവസത്തെ ഓട്ടോ എന്ന് പറയണം. 2 ദിവസത്തെ ഓട്ടോ? അപ്പൊ വീട്ടിൽ വരാനേ പറ്റത്തില്ല? ഇല്ല, വീട്ടിൽ വരാൻ പറ്റില്ല, ഇച്ചിരി ലോങ് ഓട്ടോ. ഇതെന്തിനാ ഈ 2 ദിവസത്തെ ലോങ് ഓട്ടോ ഒക്കെ പിടിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ട സച്ചി പറഞ്ഞു, എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ലോങ് ഓട്ടം കിട്ടിയാൽ മതി എന്ന് ഓർത്തിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, കുറെ കടമുണ്ടല്ലോ, കടമെല്ലാം വീട്ടുണ്ടെന്ന് ചോദിക്കാം. അപ്പൊ രേവതി പറഞ്ഞു, അല്ല അപ്പൊ എവിടെയാ തങ്ങണത്? അത് പോകുന്ന വഴിക്ക് തന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാ. രേവതിക്ക് ആ പട വിഷമായി. അത് ഇനി ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു വെക്കുക, 2 ദിവസത്തോളമെന്ന് പറയണം. പിന്നീട് സച്ചി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രേവതി പറഞ്ഞു, അല്ല എന്താ കാര്യം? അല്ല, ഈ ലോങ് ഓട്ടം പോണോന്ന് ചോദിക്കും. ഇതേ രേവതി, നീ ഇങ്ങനെയൊന്നും പറയല്ലേ, എനിക്കാണെങ്കിൽ ഒരു ഓട്ടം കിട്ടിയാൽ മതി എന്ന് ഓർത്താ ഞാൻ ഇരിക്കണേന്ന് പറയണം. പിന്നീട് ശരിയെന്ന് പറഞ്ഞിട്ട് രേവതി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുവാണ്. സച്ചി പറഞ്ഞു, അതെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് അങ്ങോട്ട് കയറുവാണ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ രേവതി ബാഗിനകത്തേക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രേവതി ചോദിച്ചു, സത്യം പറ, ഇതിപ്പം ഞാൻ കാരണം വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടാണോ ഇങ്ങനെ പോണേന്ന് ചോദിക്കും. എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ മറ്റോ ആണോ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ട സച്ചു പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ ചോദിച്ചാ, അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ, ഇതുവരെയായിട്ടും ഇങ്ങനെ മാറി നിന്നിട്ടിരുന്നോ ഇല്ലല്ലോ, അതുപോലെ ഓട്ടം പോയും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയും. പെട്ടെന്ന് സച്ചു പറഞ്ഞു, അങ്ങനൊന്നും ഇല്ലാന്ന് പറയണ. അതെ, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ ഞാൻ ഈ ഓട്ടം പോകുന്നത്? മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓട്ടം പോകുമ്പോൾ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ സച്ചി നിർത്തണം. കാര്യം പറയാന്താന്ന്? ഒന്നും ഇല്ലാന്ന് പറയണ. എന്തോ ഉണ്ട്, കാര്യം പറയാന്താന്ന്? അല്ല, മുമ്പൊക്കെയാണ് അങ്ങനെ പോകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പോഴെന്തോ ഒരു ഫീലിങ്സ്, എന്തോ ഒന്ന് മിസ്സായതുപോലെ. എന്താ മിസ്സായെന്ന് ചോദിക്കുക. പെട്ടെന്ന് സച്ചു പറഞ്ഞു, അതൊന്നുമില്ല. രേവതി ചോദിച്ചാൽ, എന്താ, ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ എടുത്തു വെക്കാത്ത എന്തെങ്കിലും സാധനമാണോ, അതിനെക്കുറിച്ച് ഓർത്താണോ ടെൻഷൻ എന്ന് ചോദിക്കുക. അതൊന്നുമല്ല, പിന്നെന്താ? അങ്ങനെയൊക്കെ പറഞ്ഞ് സച്ചിനെ കൊണ്ട് പറയിക്കാണ്ട് രേവതി ഇങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുക. സച്ചി ആരാ ബുദ്ധിമാൻ, സച്ചി പറഞ്ഞില്ല. അവസാനം രേവതി പറഞ്ഞു, എന്നാ ശരി, എന്തേലും ആയിക്കോട്ടെ എന്ന് പറയാണ്. രേവതിക്ക് മനസ്സിലായി സച്ചി പറയത്തില്ല, കാരണം തന്നെയാ മിസ് ചെയ്യുന്നുള്ള കാര്യം സച്ചി പറയത്തില്ല എന്നുള്ളത്. അങ്ങനെ അവസാനം സച്ചി പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പൊ രേവതി സച്ചിനെ ഒന്ന് നോക്കി. സച്ചി ചോദിച്ചു, എന്താ നോക്കണേ? ഒന്നുമില്ല എന്ന് പറയണ. അങ്ങനെ വാതിലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. രേവതിക്ക് ആകെപ്പാടെ വിഷമം വരുന്നുണ്ട്. പെട്ടെന്ന് സച്ചി പറഞ്ഞു, എന്നാ ശരി, ഞാൻ പോയിട്ട് വരാന്ന് പറയാ. രേവതിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ സച്ചിക്കും വിഷമം വന്നു. സച്ചി പറഞ്ഞു, അതെ, ഞാൻ മുമ്പ് പറയാൻ വന്ന എന്താണെന്നറിയാവോ, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നേ. നീ ഇല്ലാത്ത 2 ദിവസം മുമ്പൊക്കെയാണ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്തോ നീ ഇല്ലാതെ വന്ന് ഈ മനസ്സിന് വല്ലാത്തൊരു വിഷമാ. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. എങ്ങനെ മനസ്സിലായി? പിന്നെ അതൊക്കെ എനിക്കറിയാന്ന് പറയാം. അതുപോലെ തന്നെ എനിക്കും സച്ചിയാണ് ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും, ഒരു സുഖമില്ലെന്ന് പറയാം. സച്ചിന് 2 ദിവസത്തെ കാര്യമല്ലുള്ളൂ, 2 ദിവസം പെട്ടെന്ന് അങ്ങോട്ട് പോകും, 2 മാസമല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് പറയണ. പിന്നീട് ഇറങ്ങിയിട്ട് പറഞ്ഞു, അതെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് വരാന്ന് പറയണം. ഇപ്പൊ പറയാൻ പോണ്ട, അച്ഛൻ കിടന്നുറങ്ങാം, അച്ഛന് എണീറ്റ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞോളാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാ. അങ്ങനെ സച്ചിയുടെ വഴിക്കിലേക്ക് രേവതി സച്ചിയുടെ പുറകെ അങ്ങോട്ട് പോകണം. അപ്പൊ കാറ് കിടക്കുന്നിടത്തേക്ക് വന്നു. സച്ചിയോട്, നീ കയറി പൊക്കോ, ഞാൻ പോയിക്കോളാന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ലാന്ന് പറയണം. അങ്ങനെ സച്ചിനെ പറഞ്ഞൊരു ടാറ്റയും കൊടുത്തിട്ടാണ് രേവതി അകത്തേക്ക് കയറി വരുന്നത്. ഈ സമയം ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു ശ്രീകാന്ത്. ശ്രുതി പോയിട്ട് ഇതിനായിട്ടും വന്നിട്ടില്ല, വർഷയുടെ വീട്ടിലേക്ക് പോയിട്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ശ്രുതി അങ്ങോട്ട് വരും. ശ്രുതിയല്ല, ദേവു, പേര് മാറിപ്പോയതാട്ടോ. ദേവു അങ്ങോട്ട് വരുവാണ്. ദേവുവിനെ കണ്ടതും പെട്ടെന്ന് ശ്രീകാന്ത് എന്നിട്ട് ചോദിച്ചു, എന്താ ഈ കാര്യങ്ങളൊക്കെ? വർഷേനെ കണ്ടോ, സംസാരിച്ചോ? ആകെപ്പാടെ ഒരു ആകാംക്ഷയായിരുന്നു. പെട്ടെന്ന് ദേവു പറഞ്ഞു, സംസാരിച്ചു, എനിക്ക് എന്തൊരു ടെൻഷനാണെന്ന് അറിയാവോ. എന്റെ ദൈവമേ, ആ വർഷയുടെ അച്ഛനും അമ്മയുണ്ടല്ലോ, എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കുന്നത്. ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോന്നെന്ന് പറയാം. അല്ല, എന്താ കള്ളത്തരം പറഞ്ഞേ? കള്ളത്തരോ? അതെ, ഞാൻ പോയ വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്നിട്ട് എൻ്റെ കല്യാണം വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നാന്നൊക്കെ പറഞ്ഞ വർഷയോട്. അതവിടെ അച്ഛനും അമ്മയും വിശ്വസിച്ചെന്ന് തോന്നേ. അപ്പൊ 100 ചോദ്യങ്ങൾ. അതെ, ഇനി ഭർത്താവാൻ പോകുന്ന ആൾ എന്ത് ജോലി ചെയ്യുന്നു, എവിടെയാ ജോലി ചെയ്യുന്നത്, എങ്ങനെയാന്നൊക്കെ. കഷ്ടിച്ച് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറയാം. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, അതെ നീ എനിക്ക് ഒരു ഉപകാരം കൂടെ ചെയ്തു തരണമെന്ന് പറയാ. ഇനിയും ഉപകാരമോ? അല്ലേ തന്നെ മനുഷ്യനാണ് ഇവിടെ എന്ത് ചെയ്യണം എന്നോർത്തിരിക്കുവാന്ന് പറയാം. ദേവു, നീ പ്ലീസ് എന്നെ ചതിക്കരുത്, എനിക്ക് ഒരുപാട് ഉപകാരം കൂടെ ചെയ്തു തരണം. എന്തേലും ആട്ടെ, പറയാണ്. അതെ,
കല്യാണം നടത്താൻ ഇതിനായിട്ടും തീരുമാനമായിട്ടില്ല. കല്യാണം നടത്താൻ എവിടെ വെച്ചാ നടത്തുന്നതെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം പെട്ടെന്ന് ചോദിച്ചു, അതെന്താ പറഞ്ഞ? അല്ല, രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താൻ പറ്റില്ല എന്ന് ചോദിക്കുക. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താൻ പറ്റില്ല, കാരണം വർഷയുടെ അച്ഛനെ അറിയാവുന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ട്, അതുകൊണ്ട് അവിടെ വെച്ച് നടത്താൻ പറ്റില്ല എന്ന് പറയാം. പിന്നെ എവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? അത് ഞാൻ ആലോചിച്ചപ്പോൾ ഒരു വഴിയുള്ളൂ. നീ കടയിട്ടേക്കുന്ന അവിടെ ഉണ്ടല്ലോ, ആ ക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാലോ? അതാകുമ്പോൾ നിനക്ക് അവിടുത്തെ പൂജാരിനെ ഒക്കെ പരിചയമുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാകുകയും ചെയ്യും. നീ അവിടെ കാര്യങ്ങളൊക്കെ നേരത്തെ പൂജാരിയോട് പറഞ്ഞ് സെറ്റാക്കിയാൽ മാത്രം മതി എന്ന് പറയാം. ഇത് കേട്ടോ ദേവ് പറഞ്ഞു, ശ്രീകാന്ത നീ എന്തേ പറയണേ? ദൈവമേ, അപ്പം ഞാൻ ആകെപ്പാടെ പെട്ടു അല്ലേന്ന് ചോദിക്കണം. ദൈവത്തെ ഓർത്ത് ഈ ഒരു തവണത്തേക്ക് ഒരു ജീവിത പ്രശ്നമല്ലേ, എങ്ങനെയാണ് സഹായിക്കാൻ പറയാ. ഇത് കേട്ടപ്പോ ദേവ് പറഞ്ഞു, അമ്മ കടയെ കാണും, നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന അമ്മ കാണത്തില്ലേ? പാരത്ത ശ്രീകാന്തിനെയും വർഷേനോട് ഒരുമിച്ച് കണ്ട് കല്യാണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അമ്മ രേവതി ചേച്ചിനെ വിളിച്ചു പറയും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നറിയാലോ, സച്ചേട്ടൻ അറിയും, ആകെപ്പാടെ പൊല്ലാ പോവെന്ന് പറയാം. ദേവു, നീ ഒരു കാര്യം ചെയ്യ, അമ്മേനെ എങ്കിലും ഒരു ദിവസത്തേക്കൊന്ന് ഒഴിവാക്കാൻ പറയണേ. അമ്മേനെ എങ്ങോട്ട് പറഞ്ഞു വിടുന്ന കാര്യം പറയണേ. എങ്ങനെയെങ്കിലും അമ്മേനെ നീ ഒന്ന് മാറ്റ്, അല്ലെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ല. അറിയാലോ, ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയും കാണത്തില്ല. വേറൊരു ക്ഷേത്രം അങ്ങനെ പരിചയമില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെയാണെങ്കിൽ നിനക്കാണെങ്കിൽ അടുപ്പമുള്ള ക്ഷേത്രമാണല്ലോ. നീ തിരുമേനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയാം. ദൈവം, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നീ മാത്രമുള്ളൂ എനിക്ക് ഇങ്ങനെ സഹായം ചോദിക്കാനായിട്ട്, വേറെ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വന്നിങ്ങനെ അഭ്യർത്ഥിക്കുന്ന പറയാം. ഒന്നുമില്ലെങ്കിൽ നീ എൻ്റെ ഫ്രണ്ടല്ലേ, എന്നെ ഒന്ന് സഹായിക്കാൻ പറയാ. ഇത് കേട്ടപ്പോൾ ദേവ്, ശരി, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം അമ്മേനെ മാറ്റാനായിട്ട്. അല്ല, അവിടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം സാക്ഷികൾ ഒപ്പിടണം. ഒരു സാക്ഷി ഞാനാ, അപ്പൊ വേറെ ആരെ കൊണ്ടുവരും? ഞാൻ നോക്കട്ടെ, അതാരെയും ഞാൻ സംഘടിപ്പിച്ചോളാന്ന് പറയാം. അപ്പൊ പറഞ്ഞ പോലെയൊക്കെ തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ട് പോവാണ്. പിന്നീട് ആകെപ്പെട്ട ടെൻഷനാ വർഷയ്ക്ക്. എങ്ങനെ കല്യാണത്തിന് പോകും, കല്യാണത്തിന് വിടുമെന്ന കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല. ഈ സമയം മഹിമയും മസൂദനും കൂടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ മഹിമയോട് മസൂദൻ ചോദിച്ചു, അല്ല മോളെ വിളിച്ചില്ലേന്ന് ചോദിക്കും, അതോ ഇപ്പോഴും നീ അവളെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ചോദിക്കും. ഇല്ല, ഇപ്പൊ അവളെ തുറന്നു വിട്ടിട്ടുണ്ട്, ഫുഡ് കഴിക്കാൻ നേരത്തെ അവളെ ഞാൻ തുറന്നു വിടുമെന്ന് പറയാണ്. ഈ സമയത്ത് വർഷം അങ്ങോട്ട് വരുന്നേ. അങ്ങനെ വർഷം ഒന്ന് ഫുഡ് കഴിക്കാണ്ടിരുന്നു. പെട്ടെന്ന് വർഷം പറഞ്ഞു, അമ്മേ നാളെ കല്യാണമുണ്ട്, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുവാണ്. ആരുടെ കല്യാണം? അമ്മ കഴിഞ്ഞ ദിവസം വന്ന് കല്യാണം വിളിച്ചില്ലേ ആ കുട്ടിയുടെ? ഓഹോ, നിന്റെ ഫ്രണ്ട്, 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്, അതിന്റെ കല്യാണത്തിനാണോ? വേണ്ട വേണ്ട, ആ കല്യാണത്തിനൊന്നും പോകണ്ട, അതിന് നിന്റെ ബെസ്റ്റ് ഫ്രണ്ടൊന്നും അല്ലല്ലോ, നേരത്തെ സ്കൂളിൽ പഠിച്ചതല്ലേ. വർഷം പറഞ്ഞു, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? അച്ഛാ, അമ്മയോടൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇങ്ങനെയൊക്കെയാണോ അവർ വീട്ടിൽ വന്ന് കല്യാണം ക്ഷണിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഒന്നുമല്ലേലും എന്നോടുള്ള സ്നേഹം വെച്ചല്ലേ വന്നേ. ഞങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ വെച്ച് ഭയങ്കര കൂട്ടായിരുന്നു. എന്താ അച്ഛാ, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കാം. ഈ സമയം മധുസൂദനം പറഞ്ഞു, വേണ്ട, ഇപ്പൊ നീ പോകണ്ടാന്ന് പറയണം. എന്താ വെച്ചാ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കെന്താ കല്യാണത്തിന് പോകാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് മധുസൂദനം പറഞ്ഞു, ശരിയാ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നീ ആയിട്ടാരും ദുർവിനിയോഗം ചെയ്തേ. അതെ, നീ നിന്റെ തോന്നിയാസം പോയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ നിന്റെ അമ്മ പൂട്ടിയിടുവോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വിടാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് പറത്ത് വിട്ടിരിക്കുമല്ലായിരുന്നോ? എന്നിട്ടോ നീ അത് മിസ്യൂസ് ചെയ്തു. അതുകൊണ്ട് നീ ഇനിയിപ്പോ പോകണ്ടാന്ന് പറയാം. എന്താച്ചാ ഇങ്ങനെ പറയലെന്ന് പറയാം. ഈ സമയം മഹിമ പറഞ്ഞു, അതെ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്നെ എന്താളും കല്യാണത്തിന് വിടാൻ പോകുന്നില്ല. അതിനിപ്പം നിന്റെ ബെസ്റ്റ് ഫ്രണ്ടും കാര്യങ്ങളൊന്നും അല്ല. അത് മാത്രമല്ല, അന്നൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പം നീ കല്യാണത്തിന് പോകണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരാം, നമുക്ക് 3 പേർക്കും ഒരുമിച്ച് അങ്ങോട്ട് കല്യാണത്തിന് വാ, എന്താന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ വർഷയ്ക്ക് ദേഷ്യം വന്നു. വർഷ പറഞ്ഞു, ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടും കയറി പോവാണ്. പെട്ടെന്ന് മഹിമ പറഞ്ഞു, കണ്ടില്ല അവളുടെ ദേഷ്യം കണ്ടില്ല ഏട്ടാ, ആ ഒന്നും കാര്യമാക്കണ്ട, ഇച്ചിരി ദേഷ്യമൊക്കെ നല്ലതാ. നമ്മൾ അവളുടെ ദേഷ്യത്തിന് തുള്ളാൻ പോയിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട വരുമെന്ന് മധുസൂദനൻ പറയാം. ഇത്രയും കാലം അവളുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുത്തേ, പക്ഷെങ്കിൽ ഈ കാര്യം നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയാം. പിന്നീട് കാണിക്കുന്നത് രേവതിനെ ഫോൺ വിളിക്കുവാണ് സച്ചി. അങ്ങനെ രേവതിയാണെങ്കിൽ സച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ സന്ധ്യയായ സമയത്താണ്. രേവതി ചോദിച്ചു, അല്ല എന്തെടുക്കോ? ഇത് ഞാൻ ഈ കാറിലിരിക്കുക. കാറല്ലോ? അപ്പൊ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് താണ്ടെ റൂമിലേക്ക് പോയെന്ന് പറയണം. റൂമിലേക്ക്? അപ്പൊ സച്ചിയേടൻ പോയില്ലേ? ഞാനെങ്ങനെ പോന്ന? ഞാൻ ഈ കാറിനകത്ത്. അപ്പൊ രാത്രി കിടന്നുറങ്ങുന്നത് എവിടെയാ? അത് കാറിനകത്ത്. അപ്പൊ കൊതുകൊക്കെ കടിക്കില്ലേന്ന് ചോദിക്കും. അതിനെന്താ, ഞാൻ ഗ്ലാസ് ഒക്കെ കുറച്ച് പൊക്കി വെക്കും. അപ്പൊ പിന്നെ അതൊക്കെ അങ്ങനെയൊക്കെയാ, അതൊക്കെ നിനക്ക് മനസ്സിലാകുന്നില്ല. ഡ്രൈവർമാരൊക്കെ ഇങ്ങനെയാന്ന് പറയാ. അതെ, കാറിനകത്ത് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ കാറിന് ഒരു സെക്യൂരിറ്റി ഉണ്ടാവും, പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അപ്പൊ അവര് നമുക്ക് റൂമൊന്നും തരത്തില്ല കിടക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും തരത്തൊന്നുമില്ല, പക്ഷെ അല്ലേലും അങ്ങനെയൊക്കെ പോയി കിടക്കുന്നേക്കാളും എനിക്കിഷ്ടം ഈ കാറിനകത്ത് കിടക്കുന്നതാന്ന് പറയാം. പിന്നീട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. രേവതിയോട് ചോദിച്ചു,
നീ ഫുഡ് കഴിച്ചെന്ന് ചോദിക്കാം. രേവതി പറഞ്ഞ് കഴിച്ചില്ല, കഴിക്കണം. ഇനി എപ്പോഴാ കഴിക്കണേ? അതെ, ഫുഡൊക്കെ നേരാവണ്ണം കഴിക്കണം, അറിയാലോ. പട്ടിണി കിടന്നേക്കരുത്. ജോലികളൊക്കെ ചെയ്യുന്ന അത്യാവശ്യം ചെയ്താൽ മതി. ഓടി അലച്ചു കിടന്ന് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അറിയാലോ. അമ്മയുടെ കാര്യം അറിയാലോ. അമ്മ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നീ അതിനകത്ത് തുള്ളാൻ പോകേണ്ട കാര്യമില്ല. അവനവന് പറ്റുന്ന ജോലികളൊക്കെ ചെയ്താൽ മതി എന്ന് പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി ശരി അത്രയ്ക്കൊക്കെ ഉള്ളതെന്ന് പറയാണ്. അതെ, പെട്ടെന്ന് നിങ്ങൾ വന്നേക്കണം എന്ന് പറയും. നാളെ വരുമോയെന്ന് ചോദിക്കും. നാളെ വരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, ചിലപ്പോഴേ വരാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഓട്ടം തീരുന്ന അനുസരിച്ചേ വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മറ്റന്നാൾ രാവിലെ അങ്ങോട്ട് എത്തിയേക്കാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി ശരിയെന്ന് പറയാണ്. പിന്നീട് അവരങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ദേവു വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു, ഇച്ചിരി ഒരു 7-8 മണി ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് വരുന്നത്. അങ്ങനെ ദേവു വന്നപ്പോഴത്തേന് പെട്ടെന്ന് ലക്ഷ്മിയെ വെച്ച് നീ ഇത് എവിടെ പോയിരിക്കുക ഇത്ര സമയം ചോദിക്കുക. അമ്മേ, അത് പൂവൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. അതിനുശേഷം ഞാൻ ഫ്രണ്ടിനെ കാണാൻ പോയെന്ന് പറയാണ്. ഫ്രണ്ടിനെയോ? അന്ന് ഇത്ര സമയം നീ എന്താ പെട്ടെന്ന്? അവിടെ ശരത്ത് പറഞ്ഞു അല്ലേലും അതെ, ഇപ്പൊ ഇവൾക്ക് ഈയിടെയായിട്ട് ഇത്ര കൂടുന്നുണ്ടെന്ന് പറയാം. ഇത് ശരത്തെ, നീ മിണ്ടരുത്. നീ ഇന്ന് ആളുടെ കൂടെ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടെന്ന് പറയണം. പെട്ടെന്ന് ലക്ഷ്മിയും വെച്ചു ആരുടെ കൂടെ കറങ്ങി നടക്കുന്നുണ്ടേ? അയാളില്ലേ മുമ്പ് ബൈക്ക് മോഷണ കേസിൽ ഇവനോടൊപ്പം ഉണ്ടായിരുന്നേ, അയാളുടെ കൂടെ ഇന്നവൻ നടക്കുന്നുണ്ട്. സത്യമാണ്ട ശരത്തെ ഞാൻ ഈ കേൾക്കണേന്ന് ചോദിക്കാം. അല്ല പിന്നമ്മേ, അത് ഞാൻ അദ്ദേഹത്തെ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ ജസ്റ്റ് മിണ്ടിയെന്നുള്ളൂ. ഇവള് വെറുതെ കള്ളത്തരം പറയുന്നതാന്ന് പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം ലക്ഷ്മിയും പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനിയിപ്പോ പണ്ടത്തെ പോലെ എന്തേലും പ്രശ്നം ഉണ്ടാക്കാനും നിന്റെ പ്ലാനെങ്കിൽ നിനക്കറിയാലോ. അതിന്റെ പേരിൽ ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായി നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇനി അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കിയേക്കില്ല. വെറുതെ ഓരോ പൊല്ലാപ്പോളൊന്നും പോയി ചാടിയേക്കില്ല. അച്ഛന് സംഭവിച്ച ആപത്ത് നിനക്കറിയാലോ. അതെന്തുകൊണ്ടാന്ന് നിനക്ക് നന്നായിട്ടറിയാം. കള്ളനെന്ന പേര് ഒരു കാരണവശാലും നീ കേൾപ്പിച്ചേക്കല്ല ശരത്തേന്ന് പറയട. ഇത് കേട്ടപ്പോ ശരത്തിന്റെ നെഞ്ചാത്തൊരു ഇടിമുടങ്ങുന്നുണ്ട്. ദൈവമേ, അമ്മ എങ്ങാനും ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറയാനോ സംസാരിക്കാനോ പോണ്ട. ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ദേവു പെട്ടെന്ന് ചോദിച്ചു അല്ലമ്മേ, അമ്മ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അമ്മയ്ക്ക് ക്ഷേത്രത്തിൽ പോണോന്ന്? അല്ല, ഏത് ക്ഷേത്രത്തില്? അല്ല, അമ്മയുടെ വീടിന്റെ അടുത്തുള്ള കുടുംബക്ഷേത്രത്തിന്റെ. അപ്പൊ അവിടെ പോണെന്ന കാര്യം അമ്മ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. അതെങ്ങനെ പോവാനാ? അവിടെ വരെ പോണെങ്കിൽ കുറെ പണം വേണമല്ലോ. പൈസ ഇല്ലാന്ന് പറയണം. പൈസയുടെ കാര്യം എടുത്ത് അമ്മ ടെൻഷൻ അടിക്കേണ്ട, പൈസ ഞാൻ ഉണ്ടാക്കി തരാം. അമ്മ പോയിട്ട് വരാൻ പറയണം. അല്ല മോളെ, അത് പിന്നെ അപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ കടയുടെ കാര്യം ആര് നോക്കും? കടയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. രാവിലെ വൈകുന്നേരം ഞാൻ തുറന്നോളാം. പിന്നെ പകലത്തെ കാര്യം അത് പ്രശ്നമില്ലാന്ന് പറയാം. ഇത് കേട്ടപ്പം ലക്ഷ്മിയമ്മ ആലോചിച്ചു. എന്നാ ഒരു കാര്യം ചെയ്യേ, നമുക്ക് 3 പേർ കൂടെ അങ്ങോട്ട് പോവാന്ന് പറയാം. ഇത് കേട്ട ശരത്ത് പറഞ്ഞേ ഞാൻ വരുന്നില്ല, ഞാൻ ഇരുന്നില്ല എന്ന് പറയണം. പിന്നെ വരുന്നില്ല പോലും, വല്ല സിനിമയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇപ്പൊ മുമ്പിൽ ചാടിയനും. ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോ കണ്ടില്ലേ, അവൻ വരുന്നില്ല പോലും. പെട്ടെന്ന് ദേവ് പറഞ്ഞു അവൻ വരുന്നില്ല, വരണ്ട, അമ്മ തന്നെ പോയിട്ട് വരെ. അമ്മയുടെ കുറെ നാളത്തെ ആഗ്രഹമില്ലായിരുന്നു ചോദിക്കും. എന്നാൽ മോളും കൂടെ എൻ്റെ ഒപ്പം വാ. അമ്മേ, എനിക്ക് നാളെ കോളേജ് അത്യാവശ്യം കുറഞ്ഞ നേരം ടെസ്റ്റ് പേപ്പർ ഒക്കെ ഉണ്ട്, അതിന് പോവാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ പോയിട്ട് വാ. അപ്പൊ പൈസയോ? അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. ലക്ഷ്മി പറഞ്ഞു അല്ല മോളെ, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അതൊന്നും കുഴപ്പമില്ല. അപ്പൊ കുറെ കാലമായിട്ട് ആഗ്രഹം പറയുന്നല്ലേ, അതാ ഞാൻ പറഞ്ഞതെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് മധുസൂദനും മഹിമയും കൂടി ഇങ്ങനെ ഇരിക്കുവാണ്. പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ഇരിക്കണ സമയത്ത് അങ്ങോട്ട് വർഷ ഇറങ്ങി വരുവാണ്. അപ്പോൾ വർഷയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നി. മധുസൂദൻ ചോദിച്ചു എന്താ മോളെ നീക്ക്? ഒന്നുമില്ല അച്ഛാ, ഞാൻ കല്യാണത്തിന് പോയിക്കോട്ടെ എന്ന് ചോദിക്കുക. മഹിമ പറഞ്ഞു പോണ്ടാന്ന് എന്നോട് പറഞ്ഞില്ലേ. എന്താ അച്ഛാ ഇങ്ങനെ പറയണേ? ഇതെന്നാ എന്നെ വീട്ടു തടങ്കലിൽ ഇട്ടിരിക്കുന്ന പോലെയാണോ? എനിക്ക് ഒരിടത്തേക്കും പോലെ സ്വാതന്ത്ര്യം ഇല്ലെന്ന് പിന്നെയും ചോദിക്കുവാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇനി അതിനെക്കുറിച്ച് നമ്മളൊരു സംസാരം വേണ്ടെന്ന് പറയാം. പെട്ടെന്ന് വർഷം പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളത്. ഞാൻ ഇപ്പം അവനെ കാണാൻ എങ്ങനെ പോയാലോ എന്ന് ഓർത്തായിരിക്കും ശ്രീകാന്തിനെ. അതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ പറയണേ. ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയണേ. അതാ നീ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് പറയണേ. ബ്രേക്കപ്പ് ആയോ? അതെ, അവൻ ചതിക്കുമായിരുന്നു. അവന്റെ വീട്ടിൽ അവന്റെ അച്ഛൻ അവനോട് പറഞ്ഞു പോലും ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവാണം, ഒരു കാരണവശാലും നമ്മളുമായിട്ട് ചേരുന്ന ബന്ധമില്ലെന്ന്. അതുകൊണ്ട് അവൻ അവന്റെ വീട്ടുകാർ പറയുന്ന അനുസരിക്കുള്ളെന്ന് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു. ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ അവന് താല്പര്യമില്ലാന്ന്. അതുകൊണ്ട് ഇനി മേലെ എന്നെ വിളിക്കുകയോ കാണാൻ ശ്രമിക്കുകയും ചെയ്യില്ലെന്നും പറഞ്ഞുകൊണ്ട് വർഷം അങ്ങോട്ട് ഒരു കള്ളക്കരച്ചിൽ അങ്ങോട്ട് അഭിനയിക്കുകയാണ്. അതിലങ്ങോട്ട് വീണു മധുസൂദനും മഹിമേ. അവർക്ക് ഭയങ്കര സന്തോഷമായി. മധുസൂദനം അപ്പോഴേ പറഞ്ഞു ഇങ്ങോട്ട് വാ മോളെ എന്ന് പിടിച്ച് മടിയിലേക്ക് അങ്ങോട്ട് ഇരുത്തുവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും നമുക്ക് ശരിയാവുന്ന ബന്ധമല്ല. ഒരിക്കലും അത് ശാശ്വതം ആരും പോകുന്നില്ല. കണ്ടോ, ഇപ്പോഴും അവന്റെ സ്വഭാവം മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവനുമായിട്ടുള്ള വിവാഹം അതാണ് നല്ലൊരു വിവാഹമാണ്.
കിട്ടാവുന്ന വെച്ചിട്ട് നിനക്ക് നല്ലൊരു ആലോചനയാ, അത് മാത്രം മതി. ഇത് കേട്ടപ്പോൾ വർഷ പറഞ്ഞു, എനിക്ക് മനസ്സിലായെന്ന് പറയാം. മഹിമ പറഞ്ഞു, മോൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് അവളെ അടുത്ത് പിടിച്ചിരുത്തുവാണ്. അതെ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, മോളുടെ കർണത്ത് തല്ലുകയും ചെയ്തു. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് അമ്മ ചെയ്തല്ലേ, മോൾ അതൊന്നും മനസ്സിൽ വെക്കണ്ടെന്ന് പറയണേ. ഏയ് ഇല്ലമ്മ, ഞാനൊന്നും മനസ്സ് വെച്ചിട്ടില്ല, എനിക്കറിയാലോ എൻ്റെ അമ്മയുടെ മനസ്സ്. അതുകൊണ്ട് അമ്മ പേടിക്കണ്ട കേട്ടോ. ഇപ്പൊ ഇച്ചിരി സങ്കടമുണ്ട്, എന്നാലും കുഴപ്പമില്ല, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. ഞാൻ അമ്മയും അച്ഛനും പറയുന്ന ഏത് കല്യാണത്തിന് വേണം ഞാൻ സമ്മതിച്ചോളാന്ന് പറയാം. അത് പക്ഷേ വർഷയുടെ നമ്പരാന്ന് അവർക്ക് അറിയത്തില്ല. കാരണം ശ്രീകാന്തും വർഷയും തമ്മിലുള്ള കല്യാണമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ളൊരു തന്ത്രമാണ്. അത് മാത്രം അവർക്ക് മനസ്സിലായില്ല. പിന്നീട് വർഷ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങോട്ട് കയറി പോവാണ്. എന്നാലും ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ നടന്നെന്റെ മധുവേട്ട, എനിക്കാണെങ്കിൽ ഓർത്തിട്ട് അത്ഭുതം തോന്നുന്നു പറയാണ്. മധുസൂദൻ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയുടെ ബലമാണ്, അതുകൊണ്ടല്ല അവളുടെ മനസ്സ് മാറിയത്. വർഷ ഒരു ചിരിയൊക്കെ ചിരിച്ച് അകത്തേക്ക് കയറി പോയിട്ട് നേരെ ചെന്നിട്ട് വിളിക്കുന്നത് അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ നമ്പറിലേക്കാണ്. വിളിച്ചിട്ട് സംസാരിച്ചതിന് ശേഷം വർഷം പറഞ്ഞു, അല്ല നാളെ ഫ്രീ ആണെന്ന് ചോദിക്കും. എന്താ? അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മാരേജ് ഉണ്ടെന്ന് പറയാം, അതിന്. അല്ല എൻ്റെ കൂടെ ഒന്ന് വരുമോയെന്ന് ചോദിക്കുകയാണ്. വർഷം നോക്കിയപ്പോൾ അത് മാത്രമേ വേറെ ഓപ്ഷൻ ഉള്ളൂ പുറത്തിറങ്ങാനായിട്ട്. ഇനിയിപ്പോൾ അവൻ കൂടെ വരുവാന്ന് പറഞ്ഞാൽ വീട്ടുകാർ വരത്തില്ല, അവൻ്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെ അവിടെ നിന്ന് മുങ്ങുകയും ചെയ്യാം. ഇതെല്ലാം കേട്ടിഞ്ഞ് പാവൻ പറഞ്ഞു, ആണോ? അല്ല എന്നെ വിളിച്ചിട്ടില്ലോ, അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പം നമ്മുടെ കല്യാണത്തിന് അവൾക്ക് വരാൻ പറ്റത്തില്ല, അവൾ കല്യാണം കഴിഞ്ഞ് ഫോറിനിലേക്ക് പോവാ, അതുകൊണ്ടാന്ന് പറയണം. ആണോ? എന്നാൽ ശരി, ഞാനും കൂടെ വരാം, നാളെ നമുക്ക് കാണാമെന്ന് പറയണം. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുക. അപ്പോഴാണ് വർഷയ്ക്ക് ശരിക്കും ഒരു സന്തോഷമായത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം നാളെ ഉച്ചയ്ക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വരാട്ടോ. കല്യാണം നടക്കുമോ, സച്ചി വരുമോ, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.